എന്നോട് പറഞ്ഞു ചേച്ചി എന്താണ് അവൻ അനുഭവിച്ചത്, കാരണം ഓൾറെഡി എൻ്റെ പഴയ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ചേച്ചി എന്താണ് അവിടെ അനുഭവിച്ചത് സെയിം കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നേരിട്ടത്. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. ഓ ചേച്ചി ഇന്റർവ്യൂല് പറഞ്ഞ കാര്യം ശരി, എനിക്കും അത് തന്നെ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ കപ്പിൾ വീഡിയോസ് ഒത്തിരി ആൾക്കാർ നീ ഒരു ഡിവോഴ്സ് ആണ്, നീ മനഃപൂർവ്വം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് അയാളെ കളഞ്ഞു നോക്കുക, ഒത്തിരി കോമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ വീട്ടിലിരിക്കണം, ഒരു സിംഗിൾ പാരന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കണം, വേറൊരാളെ കല്യാണം കഴിച്ചാൽ അവള് മോശമാണ് അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ റിലേഷൻ ആയ മോശമാണെന്നൊരു തോട്ട് നമ്മുടെ കേരളത്തിൽ ആക്ച്വലി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിന്റെ അടിയിൽ 2-3 ദിവസത്തെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോൾ ആ നെഗറ്റീവ് കമന്റ്സ് പോയി. ചേച്ചി പറഞ്ഞു നിരത്തിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്ന സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ, ഇപ്പൊ വിശ്വാസമായോ? കാരണം എനിക്ക് മനസ്സിലാവും നമ്മൾ അത്രയും പെയിനിലാണ് പൊക്കോണ്ടിരുന്ന ആൾക്കാർ, നമ്മൾ അത്രയും മോശമായിട്ട് പറയുമ്പോൾ അത്രയും പെയിനിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് അതൊരു പുറത്തിട്ട സമയത്ത് ആൾക്കാർ എന്താ പറഞ്ഞത്? അതായത് ഇപ്പൊ എന്റെ മോന് 2.5 വയസ്സ്, ഈ 2.5 വർഷക്കാലം അവരെൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ സഹിതം അച്ഛനും അമ്മയും ഹസ്ബൻഡ് എന്നെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ട് എൻ്റെ നാട്ടിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ എന്നെ ഡെയിലി കൊണ്ടുവരുന്ന ഓട്ടോക്കാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവരുടെ നാട് കട്ടപ്പനയാണ്, അവിടെ പോലും പറഞ്ഞു ആ കൊച്ചേ ആരോ കൊച്ചായിരുന്നു, അതെൻ്റെ മോനെ തല കയറ്റി വെച്ചു. അതായത് ഞാൻ പിഴച്ചു പെറ്റു എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് തന്നെ നമുക്കത് കേൾക്കുമ്പോൾ എത്രത്തോളം അത് എനിക്ക് ഭയങ്കര വിഷമമായി. അതായത് 2.5 വർഷം ടൈം എടുത്തു എനിക്ക്.